കരുവന്നൂർ കള്ളപ്പണ തട്ടിപ്പ് കേസിൽ ഇ.ഡി. പിടിമുറുക്കുക തന്നെയാണ് കൂടുതൽ CPM നേതാക്കളിലേക്ക്. CPM നേതാക്കളുടെ ആസ്തികൾ അടക്കം കണക്കുകൂട്ടലുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് ഇ.ഡി. എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് മുൻ MP കൂടെയായ PK ബിജുവിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ. ഇന്ന് എത്തുമോ എന്നുള്ള കാര്യത്തിൽ PK ബിജു ഇതുവരെ മറുപടിയൊന്നും തന്നെ നൽകിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ളൊരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഒപ്പം കൂടുതൽ നേതാക്കളിലേക്ക് ഇ.ഡി. നീക്കങ്ങൾ കടുപ്പിക്കുകയല്ലേ ചെയ്യുന്നതും. രജനി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് 300 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം ഈ തട്ടിപ്പിൽ നടന്നിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കള്ളപ്പണത്തിൻ്റെ ഒരു വിഹിതം CPM ഉപയോഗിച്ചു, ഇല്ലെങ്കിൽ CPM വ്യാജ അക്കൗണ്ടിലൂടെയും മറ്റും അവരുടെ നിക്ഷേപമായി മാറ്റിയെടുത്തു എന്ന ഒരു കണ്ടെത്തലാണ് ED നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ CPMൻ്റെ ആസ്തികൾ, ഇതിലൂടെ സമ്പാദിച്ച ആസ്തികളെ സംബന്ധിച്ചും വിശദമായ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് PK ബിജുവിനെ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ജില്ലാ സെക്രട്ടറി വർഗീസിനോട് നിർദ്ദേശിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ല എന്ന് ED ഇമെയിലിലൂടെ അറിയിച്ചിരുന്നു. അതിനുശേഷവും നാളെ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ PK ബിജു ഹാജരാകില്ല എന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ ഹാജരാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുതന്നെയായാലും ഇതിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി തന്നെ നടത്തിയ അന്വേഷണ കമ്മീഷനിൽ അംഗമായിരുന്നു PK ബിജു. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടും PK ബിജുവിനോട് ആവശ്യപ്പെടും. എന്നാൽ നേരത്തെയും ഇത് ആവശ്യപ്പെട്ടെങ്കിലും CPM ജില്ലാ കമ്മിറ്റി ഒന്നും തന്നെ ജില്ലാ സെക്രട്ടറി ആരും തന്നെ ഇത് നൽകാൻ തയ്യാറായിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിന് PK ബിജുവിനെ ചോദ്യം ചെയ്യുന്നത്. രജനി.